ഹലോ ചക്കരകളെ, എന്നാണ്ട് വിശേഷം? ഞാനിന്ന് അങ്ങനെ ഫസായിയുടെ ഇതിന് പോയി ഒരു പരീക്ഷയും കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ചക്കരകളെ. പഠിപ്പിക്കലും പരീക്ഷയൊക്കെ ഒരുമിച്ചാണ്. പക്ഷെ ഒരുപാട് ഹൈജീനിക്കിൻ്റെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എൻ്റെ മുത്തുകളെ. നമ്മൾ വിചാരിക്കുന്ന ഹൈജീനിക്കൊന്നുമല്ല, ഭയങ്കര പണിയാണ്. ഞാനെന്തായാലും പുതിയ പുതിയ കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതൊരു കമ്പനി മാത്രമല്ല, അതൊരു വീട്ടിലും പാലിക്കേണ്ട ചില കാര്യങ്ങളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ചൊരു ബോധം കിട്ടി. പക്ഷെ എനിക്ക് ഒരു ബോധവും കിട്ടാഞ്ഞത് ലാസ്റ്റ് ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ് അവർ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. കമ്പ്യൂട്ടറിലുണ്ട് അത്, നമ്മൾക്ക് അവർ ടി വിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളോട് എഴുതാൻ പറയും. ഈ ഇംഗ്ലീഷിൻ്റെ ഭയങ്കര അപാരമായ പ്രാവീണ്യമുള്ള എൻ്റെ അടുത്താണ് തന്നതെന്ന് നിങ്ങൾ ആലോചിച്ചോണം. ആദ്യം ഞാൻ പുറകിരിക്കുന്നവരെയൊക്കെ ഒന്ന് പയ്യെ ചുറ്റുവട്ടത്ത് നോക്കി. എൻ്റെ ചക്കരകളെ, ഞാൻ ചുറ്റുവട്ടത്തൊന്ന് പരിശോധിച്ച് ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടാകും. എൻ്റെ കൂടെ വന്ന പെണ്ണുങ്ങളാണെങ്കിൽ എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. എൻ്റെ അടുത്തിരിക്കുന്ന ബോബനാണെങ്കിൽ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും ഇല്ല. കുറേ സമയം ഞാൻ നോക്കി ചക്കരകളെ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒന്ന് ഉറക്കം തൂങ്ങിപ്പോയി. അപ്പോൾ സാർ എന്നെ നോക്കി കണ്ണു മിഴിക്കുന്നു. ഈ പെണ്ണുമ്പളെ കാണുമോ, അടിപൊളിയായിട്ട് ഒരുങ്ങി വന്നിട്ട് നമുക്ക് ഒരു വിവരവും ഇല്ലെന്ന് പറയും. എൻ്റെ യൂട്യൂബ് അങ്ങേര് കണ്ടിട്ടുമില്ല. ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ദൈവമേ ഈശ്വര, ഇനി ആരുണ്ട് ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഓരോരുത്തരോരുത്തർ കൊടുക്കുന്നു ചക്കരകളെ. ഞാനപ്പോൾ എൻ്റെ പഴയ നമ്പർ ട്രിക്കുമായിട്ട് വന്ന് 10ാം ക്ലാസ് വരെ ഞാൻ എങ്ങനെയാണ് എഴുതിയത് ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ചെഴുതാം എന്ന് ഞാൻ മനസ്സിങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ ഇത്ര ഫേമസ് ആയിരിക്കുമ്പോൾ അത് വെറും തറപ്പരിപാടിയായി പോകുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നറിയാം ചക്കരകളെ, എല്ലാം ഇംഗ്ലീഷ്. ഏതോ ഹിന്ദിക്കാരനാണെന്ന് തോന്നുന്നു അത് മാർക്ക് ചെയ്യുന്നത്. എല്ലാം മലയാളത്തിൽ ഞാൻ എല്ലാം മലയാളത്തിൽ എഴുതി. ഞാൻ ഹിന്ദിക്കാരൻ റീവാല്യൂ ചെയ്യുന്നു. അത് സിംഗിൾ ബോൻ എല്ലാം മലയാളത്തിൽ ആൻസർ എഴുതിയിട്ടുണ്ട്. ചക്കരകളെ കട്ടോ സപ്പോർട്ട് കയറേ നാട്ടിക്കല്ലേ കേട്ടാ. ഞാൻ എല്ലാത്തിനും എനിക്ക് 100 കിട്ടും, റാങ്ക് കിട്ടും. പക്ഷെ എല്ലാം മലയാളത്തിനാണ്. ഇംഗ്ലീഷ് ചോദ്യങ്ങൾക്കെല്ലാം മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് പണി. മലയാളത്തിൽ ആൻസർ കൊടുത്തിട്ടുണ്ട് ഞാൻ. മലയാളത്തിൽ നല്ല വടിവത്ത അക്ഷരത്തിൽ മലയാളത്തിന് എല്ലാത്തിനും ആൻസർ കൊടുത്തു. അപ്പം കൊടുത്തിട്ട് ബോവനെടുത്ത് ലാസ്റ്റ് വിളിക്കും, നീ എല്ലാം എഴുതിയോ? ഞാൻ പറഞ്ഞു അത് കൊള്ളാം, എന്നെ കാണിച്ചെങ്കിലും തരാമല്ലോ. ബോവൻ്റെ അപ്പുറത്തിരിക്കുന്ന ഒരു കൊച്ചെന്നെ ഇങ്ങനെ പയ്യെ പൊക്കി കാണിക്കുന്നത്. അപ്പോൾ അയാൾ നോക്കുന്നുണ്ടപ്പോൾ പിന്നെ ആ കൊച്ചു താത്തി വെച്ച്. പിന്നെ ഞാനവിടെ നിന്ന് ഏപ്പക്കം വിടുന്ന പോലെ ഭയങ്കരമൊക്കെ അവിടെ സർക്കസൊക്കെ കാണിച്ചു നോക്കി. എനിക്ക് മൂത്രമൊഴിക്കാൻ പോകണം അങ്ങനെ എന്തിനാ അത് എവിടെ ടിക്കറ്റ് ഇരിക്കണമെന്ന് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ നിന്ന് പല അഭ്യാസങ്ങളും കാണിച്ചു. പക്ഷേ അതൊരു ആ സാറാണ് ഒരു മയത്തിനൊന്നും നിൽക്കാത്തോട്ട് ഒരു കഷണ്ടി പിടിച്ച ഒരു സാറ്, കഷണ്ടിയൊക്കെ ഉള്ളൊരു സുന്ദരരായ നല്ല രസമാണ് പറഞ്ഞ ക്ലാസ് എടുക്കുന്നതൊക്കെ നല്ല മനോഹരം. പക്ഷെ കുറേ ഇംഗ്ലീഷ് പറയുന്ന അക്കരകളെ ഞാനോർക്ക് ഈ മലയാളികൾക്ക് മുമ്പിൽ വന്നിട്ട് ഈ ഫുഡിൻ്റെ ബിസിനസ് ചെയ്യുന്നവർക്കൊന്നും അധികം വിദ്യാഭ്യാസമൊന്നും കാണത്തില്ലല്ലോ. അവരുടെ ലുക്ക് കണ്ടവർ ഒരിക്കലും നമ്മൾ വിലയിടരുത്. ലുക്ക് മാത്രമേ കാണത്തുള്ളൂ. ഞാൻ ചെല്ലുന്ന കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വിദ്യാസമ്പന്നനെ പോലെയാണ് ചെന്ന് കയറിയിരിക്കുന്ന ചക്കരകളെ. അവിടെ ചെന്ന് ഞാൻ പെട്ട്. എനിക്ക് എന്നിട്ട് ഹിന്ദിക്കാരൻ ഇനി എൻ്റെ പേപ്പർ കീറിക്കളയുമെന്ന് അറിഞ്ഞില്ല. എന്നിട്ട് ഞാൻ എനിക്ക് ആശ്വാസന ചോദിച്ചു, സാറേ ഇത് പാസ്സായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ പുള്ളിക്കാരൻ ചിരിക്കുന്നു. നമ്മൾ സാറേ ഒന്ന് പറ സാറേ, ഇത് ഞാൻ പാസ്സായില്ലെങ്കിൽ എന്ത് ചെയ്യും? അതെന്താ അങ്ങനെ സാറേ? മലയാളത്തിനെല്ലാത്തിനും ആൻസർ എഴുതിയത്. പുള്ളി ഭയങ്കര ചിരി. പുള്ളിയുടെ ചിരി നിർത്തുന്നില്ല പുള്ളി. അങ്ങനെ പോയിട്ടുണ്ട് മുത്തുകളെ. ഇങ്ങനെയൊക്കെയാണ്. 0 പിന്നെ എന്ത് കിട്ടും? എനിക്ക് ഹിന്ദിക്കാരൻ ഇതാര് എന്ത് എന്ന് ചോദിക്കുക എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഞാൻ വഴിയെടുത്തിട്ടുണ്ട്. ഇത് കേരള സർക്കാരിനെയാണോ കേന്ദ്ര സർക്കാരിനെയാണല്ലോ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ ഇത് മലയാളത്തിൽ വേണ്ടേ ചക്കരകളെ അടിക്കാൻ? ഇത് ഇംഗ്ലീഷിൽ അടിച്ചു വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് അത് ആൻസർ പറയാൻ പറ്റും? അങ്ങനെ ഞാൻ വളരെ പരിതാപകരം. ഞാൻ എൻ്റെ കൂടെ വന്ന പെൺപിള്ളേരോട് ഞാൻ ഇവിടം വരെ വന്നിട്ട് മിണ്ടിയിട്ടില്ല. എന്നാൽ അവളുമാർ എന്നെ കാണിച്ചു തന്നില്ല. അതിൻ്റെ ഒരു ദേഷ്യം എനിക്ക് ശരിക്കുണ്ട്. ശരിയല്ലേ, അവരുടെ എന്തെല്ലാം പറഞ്ഞാൽ അവരുടെ ഓണർ ഞാനല്ലേ. അവർക്കൊരു തൊള്ളിയെങ്കിലും കൂറുണ്ടായിരുന്നു. അവർ എന്നെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കേണ്ടായിരുന്നു. അവരൊന്നും കാണിച്ചെന്നല്ല ചക്കരകളെ. ഞാൻ വളരെ കഷ്ടം. ബോബനാ എൻ്റെ ദൈവമേ, എന്നെ കണ്ടിട്ട് ബോബ മൈൻഡൊന്നുമില്ല. ഫോണിലെങ്കിലും ഞാൻ ഫോണിങ്ങനെ കാണിച്ചു കൊടുത്തു, എൻ്റെ ഫോണിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബോബനുടനെ ബോബൻ്റെ ഉത്തര പേപ്പർ കൊണ്ട് മാറ്റിക്കളാം ചക്കരകളെ. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോൾ. അപ്പോൾ ബോബനാ എന്നെ കാണിച്ചില്ല കേരളം. ഫോണിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ ബോബനോട് പറഞ്ഞു, എൻ്റെ ഫോൺ അങ്ങോട്ട് തരാം, ആ ഫോൺ ഇങ്ങോട്ട് തരാം. ഞാൻ ഇങ്ങനെ ആംഗ്യം കാണിച്ചു. ബോബനോ ഈ എന്നൊക്കെ പറഞ്ഞ് ബോബൻ നാറ്റിക്കില്ലെന്ന് പറഞ്ഞു ബോബൻ. അതുകൊണ്ട് ഞാനങ്ങനെ പെട്ട് ചക്കരകളെ പെട്ട്. ജയിക്കുക നോക്കുക. ഞാൻ പറഞ്ഞു, എൻ്റെ ഗുരുവായൂരപ്പ ഇവരെല്ലാം തോറ്റിട്ട് ഞാൻ ജയിക്കണേന്ന്. ആ ഹിന്ദിക്കാരന് എന്തെങ്കിലും ഒരു ഔദാര്യം തോന്നിയ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ചക്കരകളെ. ഇങ്ങനെ എന്നാലും നമ്മൾ
ജീവിക്കും അല്ലേ? ഇതൊക്കെയാണെന്ന് പറയാനുള്ളത്. തിരിച്ച് വന്നിട്ട് ചക്കരകളിയുടെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ പാക്കിങ്ങിന് കയറി. ഞാൻ പാക്ക് ചെയ്യാനൊന്നുമില്ല, സ്റ്റാഫ് അതിലൊരാൾ, ബാക്കി 2 പേര് പോയി. പിന്നെ 2 പേർക്ക് പനിയാണ്ട് വരുത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ അയ്യോ എന്ന് വേറൊരു കംപ്ലയിൻറ്റ്, ചേച്ചി ആൾ കൊള്ളാലോ ചേച്ചി, 50 വയസ്സ് വരെ, ഞാൻ 50 വയസ്സുള്ളവരെയാണ് ജോലിക്ക് എടുത്തിരിക്കുന്നത്, നിങ്ങൾ എവിടെ കൊണ്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത്? എൻ്റെ പൊന്നെ ചേച്ചി മുഖ്യമന്ത്രിയായാലും എങ്ങനെ എനിക്ക് 50 വയസ്സ്, ഞാൻ ഇനി ആവശ്യമില്ലാത്ത എന്നെ പറയരുത്. മുഖ്യമന്ത്രി ആയ ഞാൻ എന്താ പറയുക, 50 വയസ്സ് മുതലുള്ളവർക്ക് 10,000 രൂപ പെൻഷൻ കൊടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രി ആയെന്നും ഇല്ലല്ലോ. ഞാൻ ആ മുഖ്യമന്ത്രി ആയെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ സ്നേഹം ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ് ചക്കരകളെ. അപ്പോൾ എന്നെ അതിനകത്തൊന്ന് തള്ളേ, നിനക്ക് ചെറിയ ആഗ്രഹമൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരാൾ പോലും പറഞ്ഞില്ല. എനിക്ക് ഇങ്ങനെ ഇലക്ഷനിൽ നിന്ന് ഞാൻ ജയിച്ച കണക്കായിരുന്നു അതിനകത്തുള്ള പിന്നെ മുഴുവൻ കമൻറ്റുകളും. അതല്ലേ ഞാൻ പിന്നെ ഇങ്ങനെ എന്നെ ഇത്രയ്ക്ക് പൊക്കിത്തരുതല്ലെന്ന് ഓർത്ത് ഞാൻ ഭയങ്കര സന്തോഷിച്ചാണ് ഇവിടുന്ന് പോയത്. രാവിലെ എഴുന്നേക്കുന്ന കിടക്കപ്പായാൽ ആദ്യം ദൈവത്തിന് സ്തുതി പറഞ്ഞിട്ട് ആദ്യം നോക്കുന്ന ഈ കമൻറ്റ് ബോക്സിലേക്കാണ്. ഒരു നെഗറ്റീവ് ഇട്ട് അപ്പം തന്നെ ഞാൻ ഒന്നിച്ചിരി സമയം ഡള്ളാവും. അത് നിങ്ങൾക്കറിയാം. അത്രയ്ക്ക് നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ആകെ മാത്രമേ എനിക്കൊരൊറ്റ കുഴപ്പമുള്ളൂ ചക്കരകളെ, ഈ ഒരു സംഭവം. എന്ത് ഈ ഇംഗ്ലീഷിൽ ഒരു പിടിച്ചിട്ടും നടക്കുന്നില്ല ചക്കരകളെ. ഇന്ന് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ചക്കരകളെ. എന്നിട്ട് ബോബനോട് എനിക്ക് ദേഷ്യമാണ്. അവിടുന്ന് ഇവിടം വരെ ഞാൻ ബോബനോട് ഈ പെൺകുട്ടികളോടും മിണ്ടാതെ വന്നു. അവരെ ഞങ്ങൾ കാറിലാണ് കൊണ്ടുപോയത്. എനിക്ക് മാനസിക ബുദ്ധിമുട്ട് തോന്നി. എന്നെ ഒന്ന് കാണിച്ചു തരണ്ടായിരുന്നു ഞങ്ങൾ. അതിൻ്റെ ഒരു കലിപ്പെനിക്കുണ്ട് ചക്കരകളെ. നാളെ ഞാനൊരു നല്ലൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ ഫിലിം സ്റ്റാറൊക്കെ പങ്കെടുക്കുന്ന നല്ലൊരു ഫംഗ്ഷൻ. മോഹൻലാൽ മഞ്ജു വാര്യരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ സെലിമലയിൽ അങ്ങനെ എല്ലാവരും ഒക്കെ ഉള്ള വലിയ ആൾക്കാരൊക്കെ ഉള്ള വലിയ ഫംഗ്ഷൻ ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല കേരള. ഞാനും അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. എനിക്കൊരു ക്ഷണം കിട്ടിയിട്ടുണ്ട്. ഞാനും അവിടെ പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ പരസ്യമൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാനും കാണാൻ വേണ്ടി പോവുക. എനിക്ക് അവിടെ ഇപ്പോൾ എൻ്റെ സംഭവമൊക്കെ അവിടെ പരസ്യം ഇടുന്നുണ്ടെന്ന് പറയാം. അതൊന്നും കാണാനില്ല ഞാൻ പോകുന്നത്. മോഹൻലാലിനെ ഒന്ന് കാണാമല്ലോ നേരിട്ട്. പിന്നെ എല്ലാവരുടെയും വൈകിട്ട് നോക്കാമല്ലോ നിർത്ത് ഞാൻ നാളെ പോകുന്നുണ്ട്. സിനിമാ നടന്മാരെയൊക്കെ ഒന്ന് നേരിട്ട് കാണാമല്ലോ നിർത്ത്. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. പിന്നെ വേറെന്താണ്, നാളെ ഞാൻ പിന്നെ മറ്റേ കല്ലുമ്മക്കായ അച്ചാറിടുന്നുണ്ട്. കല്ലുമ്മക്കായ എന്നാണ് പറയുന്നത്. കക്കായിറച്ചി. ഞങ്ങളുടെ നാട്ടിലെ കക്കായിറച്ചിയില്ലേ കുട്ടനാടെന്ന് കിട്ടുന്ന, അത് ഞങ്ങൾ അച്ചാറിടുന്നുണ്ട്. നോക്കിക്കോ, ഞങ്ങൾ അച്ചാറിടുന്നു. ഞാൻ നോക്കട്ടെ, കാണിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെ കാണിക്കാവേ. അച്ചാറിടുന്നുണ്ട്. അത് വേണമെങ്കിൽ ഓർഡർ ചെയ്തു. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള വിശേഷങ്ങൾ. അടിച്ച് പൊളിച്ചൊക്കെ പോയി മുത്തുകളെ. പക്ഷേ ഞാൻ ചമ്മിപ്പോയി. നോക്ക്, ഈ സാരി വെട്ടി തയ്ച്ച എൻ്റെ ഫുൾ കാണാൻ പറ്റുന്നുണ്ട്.